ഗൈസ് ആദ്യമായിട്ട് ചൂണ്ടയിട്ട് കടലിൽ നിന്ന് ഒരു മീനെ പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പേരറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്യണം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ബ്ലോഗിൽ സ്വാഗതം. ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് പറയുന്നു. വീഡിയോ കാണുന്നതെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഷാർജ റോള ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. 611 പറഞ്ഞ ബസ് നമ്പർ എന്നാണ് എപ്പോഴും അവൈലബിൾ ആണ്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഫുജറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബസ് അവൈലബിൾ ഉള്ളത്. ഫുജറ എന്ന് പറയുന്നത് UAE തന്നെ 5ാമത്തെ ഏറ്റവും വലിയ എമിറേറ്റ് ആണ്. ഫുജറയിലേക്കുള്ള യാത്രാമധ്യേ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന മരുഭൂമികളാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കൊക്കെ ഈ കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്. ഈ കൂടുതൽ സ്ഥലവും യാത്രയിലെ മരുഭൂമികളാണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ഇടയ്ക്ക് കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ മേഞ്ഞ് കിടക്കുന്ന ഒട്ടകങ്ങളൊക്കെ ഇത് കഴിക്കുന്ന നമുക്ക് ചില സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഫുജറയിൽ കൂടുതലായിട്ടും കൃഷിയിടങ്ങളും മലനിരകളും ഒക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഒമാൻ തീരത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു എമിറേറ്റാണ് ഫുജറ എന്ന് പറയുന്നത്. നമുക്ക് ഫുജറയിലുള്ള യാത്രാമധ്യേ നമുക്ക് ഒരു ചെറിയൊരു പട്ടണം എത്തിച്ചേർത്തിട്ടുണ്ട്. അൽദേര എന്ന് പറഞ്ഞാൽ ഈ പട്ടണത്തിൻ്റെ പേര്. ഇവിടെ നമുക്ക് യാത്രാമധ്യേ ആവശ്യമുള്ള സാധനങ്ങൾക്കും ഇവിടെ ആയിട്ടുള്ള ആളുകൾക്കും ഉള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ ലഭിക്കുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ ടെൻറ്റുകൾ, മൗണ്ടൻ സൈക്കിൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ ഉപയോഗത്തിന് ശേഷം ഇവിടെ കൊണ്ട് നമുക്ക് തിരിച്ചേൽപ്പിക്കാവുന്നതാണ്. ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. നമുക്ക് അങ്ങനത്തെ യാത്രയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ ടെമ്പററി ഷെഡുകളും ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഉപയോഗിച്ച ശേഷം ഇവിടെ കൊണ്ട് തിരിച്ചേൽപ്പിക്കാവുന്ന, അതിനുള്ള വാടക മാത്രം കൊടുത്താൽ മതി. പിന്നെ ചെറിയ ചെറിയ ഫ്രൂട്ട് സ്റ്റാളുകൾ, പെട്രോൾ പമ്പുകൾ, അങ്ങനത്തെയൊക്കെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ യാത്ര അൽദേര എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണമാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിക്ക് നമുക്ക് കാണാം ഈന്തപ്പഴങ്ങളുടെ ഒരു ചെറിയൊരു ഫാം കാണാം. ഈന്തപ്പന കായ്ക്കുന്ന സീസൺ എന്ന് പറഞ്ഞാൽ ചൂട് സമയമാണ്. തണുത്ത സമയത്ത് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ കായെല്ലാം നമ്മൾ പറിക്കുന്ന ടൈം കഴിഞ്ഞിരിക്കും. നല്ലപോലെ നട്ട് പരിപാലിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് കായ ലഭിക്കത്തുള്ളൂ, അല്ല പിന്നെ ഇത് മോശമായിപ്പോകും. നല്ലപോലെ നട്ട് പരിപാലിക്കുന്ന ഒരു തോട്ടമാണ്. ഇത് നോക്കിയാൽ കാണാം, ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റും താമസമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ടെൻറ്റ് ഇങ്ങനെ നമ്മൾ വാടകയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ടെൻറ്റുകളാണ്. നമുക്ക് ഉപയോഗിച്ച ശേഷം ഇവിടെ കൊണ്ട് തിരിച്ചേൽപ്പിക്കാവുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതുള്ളത്. ഇത് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ തരിശ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ തോട്ടങ്ങളാണ്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് അങ്ങനെ ഒരു ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ടൗണുകളുണ്ട്. ഫുജറയിലെ ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ്. മറ്റ് എമിറേറ്റ്സിലെ കമ്പയർ ചെയ്യുമ്പം ഫുജറയിലെ എമിറേറ്റിൽ കൃഷിയിടങ്ങൾ കൂടുതലാണ്. അങ്ങനെ ട്രാവൽ ചെയ്ത് നമുക്ക് അടുത്തൊരു ചെറിയ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ടും അവൈലബിൾ ഉള്ള നമുക്ക് യാത്രയ്ക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. ഫുജറയ്ക്കുള്ള യാത്രാമധ്യേയുള്ള അവസാനത്തെ ഒരു മെയിൻ ജംഗ്ഷൻ എന്ന് തന്നെ പറയാം ഇതിന്. ഇവിടെ കൂടുതലായിട്ടും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കാർപ്പറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്ന ഫാമിലീസിനൊക്കെ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ കാർപ്പറ്റൊക്കെ നല്ല സെയിലാകുന്ന സ്ഥലമാണിത്. നമുക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ഈ പിള്ളേർക്ക് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങൾ, വലിയ വലിയ കാർപ്പറ്റുകൾ, അങ്ങനത്തെ ഷോപ്പുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഒരുപാട് വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ നേഴ്സറികൾ. ഈ ഫുജറയുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. ചെറിയ ചെറിയ നേഴ്സറികളുണ്ട്. നമ്മുടെ നാട്ടിലെ മാവ്, പ്ലാവ്, തെങ്ങ് ഇതെല്ലാം അവിടെ വളരുന്നതാണ്. ഒരുപാട് കൃഷിയും ചെയ്യാറുണ്ട്. നാരകം, വാഴ, തെങ്ങ് ഇതെല്ലാം അവിടെ കൃഷിയും ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ടൗണാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കഫറ്റേരിയ. പിന്നെ ഈ ഫുജറയിലോട്ടുള്ള മെയിൻ യാത്ര നമുക്ക് കാണാൻ സാധിക്കുന്നത് മലനിരകളാണ്. മരുഭൂമി എന്നുള്ള ഇതൊക്കെ മാറി ഇപ്പം മലനിരകളായി നമ്മുടെ കാഴ്ചയിൽ വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ചുറ്റും മലകളാണ്. മഴയുടെ അടിവാരത്തെല്ലാം കൃഷിയിടങ്ങളുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ വിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന ടൈമിലാണെങ്കിൽ നല്ല കുത്തി ഒലിച്ച് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് മലകളിൽ നിന്നെല്ലാം. അങ്ങനെ താഴെയെല്ലാം ഗർത്തങ്ങളും കുഴികളും വെള്ളം ഒഴുകുന്ന പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം കൃഷിയിടങ്ങളുണ്ട് മലയുടെ അടിവാരത്തെല്ലാം. ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. പിന്നെ ചൂടൊരു പ്രശ്നമാണെന്നേ ഉള്ളൂ. മറ്റ് എമിറേറ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ചൂട് കുറവുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ് ഈ ഫുജറ എന്ന് പറയുന്നത്. നമുക്കിവിടെ യാത്രാമധ്യേ കാണാൻ സാധിക്കുന്ന മുഴുവൻ മലനിരകളാണ്. മലയുടെ അടിവാരത്തൊക്കെ ആണെങ്കിൽ
ചെറിയ ചെറിയ കുഴികളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ മഴ പെയ്യുമ്പം വെള്ളം കുത്തിയൊലിച്ച് വരുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടുത്തെ പാറ ഖനനവും ഗ്രാനൈറ്റിൻ്റെ ബിസിനസ്സും പിന്നെ സിമെൻറ്റിൻ്റെ ബിസിനസ്സുമാണ്. ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ള കച്ചവടം. പിന്നെ കൃഷി. ഈ 3-4 കാര്യങ്ങളിലാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റ് കാണുന്നു. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി, ടെലിഫോണിൻ്റെ ഒക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ ടെമ്പററി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റുള്ള സ്ഥലങ്ങളാണ് ഇടയ്ക്കൊക്കെ ഉള്ളത്. ഫുള്ളും ചുറ്റിനും മലനിരകളും ഒരു സൈഡിൽ കടലുമാണ്. ഒമാനിലോട്ട് ഇവിടെ വളരെ ദൂരക്കുറവാണ്. വെറും 2.5 ലക്ഷം ആൾക്കാർ മാത്രമാണ് ഈ ഫുജറയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം, വെള്ളം ഒഴുകിയ ചെറിയ ചെറിയ ഗർത്തങ്ങളൊക്കെ കാണാം. ഷാർജയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറോളം യാത്രയുണ്ട് ഫുജറ എന്ന് പറഞ്ഞ എമിറേറ്റിലേക്ക്. നമ്മൾ 2.5 മണിക്കൂറോളം യാത്ര വരും ഏകദേശം. നമ്മളങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഫുജറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എമിറേറ്റിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പം ഫുജറയിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഫുജറ എയർപോർട്ടാണ് ആ സൈഡിൽ കാണുന്നത്. ഒരുപാട് പ്ലെയിനുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാണാം നിങ്ങൾക്ക്. തിരക്കുള്ള എയർപോർട്ടല്ല. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്യും. ഇനി ഇവിടെ ഒത്തിരി ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി തിരക്കുള്ള എയർപോർട്ടല്ല ഇത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. എല്ലാ പ്രധാനപ്പെട്ട കമ്പനിയുടെയും ഷോറൂമുകളുണ്ട്. ഇപ്പം നോക്കിയാൽ കാണാം, ടൊയോറ്റോ, ലെക്സസിൻ്റെ ഒക്കെ ഷോറൂമുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മെയിൻ ടൗണിലോട്ട് എടുക്കുകയാണ്. ഇവിടുത്തെ അത്യാവശ്യം എല്ലാവർക്കും വേണ്ട ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വലിയ വലിയ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഷോറൂമുകൾ, എല്ലാ കമ്പനിയുടെ ഷോറൂമുകൾ, സൂപ്പർ മാർക്കറ്റ്, വലിയ വലിയ ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ടൂറിസ്റ്റുകളെ ലക്ഷ്യമായിട്ടൊക്കെ ഉള്ളതാണ് ഹോട്ടലുകളൊക്കെ. പിന്നെ ഫാമിലി അക്കോമഡേഷനൊക്കെ ഇവിടെ ഒരു കുറവാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. ഇതെന്ന് പറയുന്ന ഫുജറയിലെ മെയിൻ ടൗണാണ്. ഇവിടുത്തെ ജനസംഖ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബിൽഡിങ്സും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഫുജറയിലെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കടൽ തീരമാണ്. ഇവിടുത്തെ ബീച്ചാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബീച്ചും അവിടുത്തെ കടൽ തീരത്തുള്ള ആൾക്കാരൊക്കെ ഫാമിലിയായിട്ട് വന്ന് കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. മറ്റ് എമിറേറ്റ്സിലെ അപേക്ഷിച്ച് ഇവിടെ ബിൽഡിങ്സ് ഒക്കെ കുറവാണ്. ഇവിടെ കൂടുതൽ ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ അത്രയും തിരക്കില്ല. മറ്റ് എമിറേറ്റ്സുകളുടെ അത്രയും വാഹന തിരക്കോ അങ്ങനത്തെ തിരക്കുകളൊന്നും ഇല്ല ഇവിടെ. ഒരുപാട് ചെടികളൊക്കെ, നമ്മുടെ നാട്ടിലെ ചെടികളൊക്കെ ഇവിടെ ധാരാളം വളരുന്ന കാണാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാ വീടിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഇരുനില ബിൽഡിങ്സാണ് കൂടുതലും ഉള്ളത്. കൂടുതലും അറബികളുടെയൊക്കെ വീടുകളാണ് ഇതെല്ലാം തന്നെ. ഇതാണ് ഫുജറയിലെ ബീച്ചെന്ന് പറയുന്നത്. ശാന്തമായിട്ട് കിടക്കുന്ന കടലാണ്. ഒത്തിരി തിരകളൊന്നുമില്ല അങ്ങനെ. നമുക്ക് നോക്കിയാൽ കാണാം, അവിടെയൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഫിഷിംഗ് അലൗഡാണ്. UAE ഫിഷിംഗ് അലൗഡായിട്ടുള്ള ഒരു എമിറേറ്റാണ് ഫുജറ എന്ന് പറയുന്നത്. മിക്ക എമിറേറ്റുകളിലും ഫിഷിംഗ് ഒക്കെ ബാൻ ചെയ്തിരിക്കുന്നതാണ്. ഞാനിവിടെ വന്നിരിക്കുന്ന പ്രധാന ഉദ്ദേശം തന്നെ ഫിഷിങ്ങിന് വേണ്ടിയാണ്. നോക്കിയാൽ കാണാം, കടലിനൊക്കെ നല്ല ആഴമുണ്ട്. നമ്മൾ നോക്കിയാൽ കാണാം, സൈഡിലൊക്കെ ബ്ലാക്ക് കളർ കാണുന്നതെല്ലാം മീനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാതിരിക്കും. താഴ്ത്തിറങ്ങിപ്പോകുന്ന വഴിയെല്ലാം സൂക്ഷിച്ചിറങ്ങിപ്പോകണം. കല്ലുകൾ ഇങ്ങനെ അടുക്കി ഇട്ടിരിക്കുകയാണ്. ഒരുപാട് ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. നിങ്ങൾക്ക് ഗ്യാപ്പിൻ്റെ അകത്തോട്ട് പോയാൽ കാലൊക്കെ പ്രശ്നമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബ്ലാക്ക് കളറിൽ കാണുന്നതെല്ലാം മീനിൻ്റെ ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്. കല്ലെല്ലാം വഴുതി കിടക്കുവാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലേ തെന്നി അടിച്ച് തല പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, നല്ല ആഴമുള്ള കടലാണ്. അവിടെ ഇവിടെയെല്ലാം ഞണ്ടും അതും ഇതെല്ലാം പറ്റി ഇരിപ്പുണ്ട്. ഞണ്ടും കക്കായൊക്കെ, ചെറിയ ചെറിയ ഞണ്ടൊക്കെ. സൂക്ഷിച്ചിറങ്ങി പോകണം, അല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ ഇടിച്ച് കയറുന്നതാണ് ഇങ്ങോട്ട്. ഇടയ്ക്കൊക്കെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ താഴെ വീഴുന്നതായിരിക്കും. നോക്കിയാൽ കാണാം, ഇതിൻ്റെ അകത്തെല്ലാം വെള്ളം കയറി വരുന്നതാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ മീനൊക്കെ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കണം. നമ്മളങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുമാണ്. നല്ല ആഴമുണ്ട് വെള്ളത്തിന്. ആ ബ്ലാക്ക് കളറിൽ കാണുന്നതെല്ലാം മീനിൻ്റെ കൂട്ടമാണ്. നോക്കിയാൽ കാണാം, നല്ല ശാന്തമായിട്ട് കിടക്കുന്ന കളറാണ്. ഇപ്പം തിരയൊക്കെ കുറവുണ്ട്. ഞണ്ടും അതും ഇതെല്ലാം പറ്റി ഇരിപ്പുണ്ട് പാറയുടെ ഇടയ്ക്കെല്ലാം. അവർ പണി തരാതെ നോക്കണം ഇടയ്ക്കൊക്കെ.
അങ്ങനെ ഫിഷിങ്ങിന് വേണ്ടിയുള്ള പരിപാടി തുടങ്ങുന്നുണ്ട്. നമ്മൾ കൊഞ്ചാണ് അതിനെ ചൂണ്ടയ്ക്കായിട്ട് ഇടുന്ന ചൂണ്ടയുടെ അറ്റത്ത്. അങ്ങനെ ഒരു ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുവാണ് നമുക്ക്. ഇതിൻ്റെ പേരറിയാവുന്നവരെ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം വരുന്ന സാധനം അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ദേഹത്തെല്ലാം ഇങ്ങനെ പുള്ളി ഉള്ള മീനാണ്. ഫസ്റ്റ് ടൈമാണ് മീനെ പിടിക്കുന്നത്. തോട്ടിൽ നിന്ന് പോലും എനിക്കൊരു മീനെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഇത് കടലിൽ നിന്നൊരു മീനെ പിടിച്ചിരിക്കുന്നു. ഓക്കെ ഗൈസ്.